ഇന്ന് വഴിയോരത്തെ തട്ടുകടകളിൽ പോലും നമ്മൾ കാണുന്ന പേടിഎം QR കോഡ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ വലിയൊരു മാറ്റത്തിൻ്റെ അടയാളമാണ്. ഈ മാറ്റത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം വിജയ് ശേഖർ ശർമ്മയാണ്. ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ട ഒരു യുവാവ് എങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിൻടെക് കമ്പനി കെട്ടിപ്പടുത്തു എന്നത് ആവേശകരമായ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ്. ഉത്തർപ്രദേശിലെ അലിഘട്ടിൽ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായിട്ടാണ് വിജയ് ജനിച്ചത്. ഹിന്ദി മീഡിയം സ്കൂളിൽ പഠിച്ച അദ്ദേഹം പഠനത്തിൽ മിടുക്കനായിരുന്നു. 15-ാം വയസ്സിൽ തന്നെ അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തി. എന്നാൽ ഡൽഹിയിലെ വലിയ കോളേജിലെത്തിയപ്പോഴാണ് ഇംഗ്ലീഷ് ഒരു വലിയ തടസ്സമായത്. ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം ബെഞ്ചിന് പിന്നിൽ പോയി ഒളിച്ചിരുന്നു. തൻ്റെ ഭാഷാ പരിമിതി കണ്ട് സഹപാഠികൾ അദ്ദേഹത്തെ കളിയാക്കി. ഇത് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെങ്കിലും വിജയ് വിട്ടുകൊടുത്തില്ല. ലൈബ്രറിയിൽ ഇരുന്നും പുസ്തകങ്ങൾ വായിച്ചും അദ്ദേഹം ഇംഗ്ലീഷ് സ്വയം പഠിച്ചു. കോളേജ് കാലത്ത് തന്നെ അദ്ദേഹം സ്വന്തമായി വെബ്സൈറ്റുകൾ പണിയാൻ തുടങ്ങി. ബിസിനസ് തുടങ്ങാനായി അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടു. ഡൽഹിയിലെ ചുട്ടുപൊള്ളുന്ന വേനലിൽ കിലോമീറ്ററുകളോളം നടന്നതും പണമില്ലാത്തതിനാൽ വെറും 10 രൂപയുടെ ചായയും ബിസ്ക്കറ്റും കഴിച്ച് വിശപ്പടക്കിയതും അദ്ദേഹം ഇന്നും ഓർക്കുന്നു. പലപ്പോഴും ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വന്നു. ഒരിക്കൽ ഒരു ചെറിയ ലോണിന് വേണ്ടി അദ്ദേഹം ബാങ്കുകൾ കയറി ഇറങ്ങിയത് ഇന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയില്ല. 2010-ൽ 197 കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയുടെ കീഴിൽ അദ്ദേഹം പേടിഎം ആരംഭിച്ചു. പേ ത്രൂ മൊബൈൽ എന്നതിൻ്റെ ചുരുക്കരൂപമാണ് പേടിഎം. തുടക്കത്തിൽ മൊബൈൽ റീചാർജിംഗ് മാത്രമായിരുന്നു സേവനം. എന്നാൽ സാങ്കേതികവിദ്യ മാറുന്നതനുസരിച്ച് അദ്ദേഹം പേടിഎമ്മിനെ ഒരു ഡിജിറ്റൽ വാലറ്റാക്കി മാറ്റി. 2016-ലെ നോട്ട് നിരോധന കാലം പേടിഎമ്മിൻ്റെ വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കി. ചില്ലറ പണത്തിന് ബുദ്ധിമുട്ടിയ സാധാരണക്കാർക്ക് പേടിഎം ഒരു രക്ഷകനായി. സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനങ്ങൾ എത്രത്തോളം ലളിതമായി എത്തിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. പേടിഎം വളരുന്നതിനൊപ്പം നിരവധി വെല്ലുവിളികളും നേരിട്ടു. ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ വമ്പന്മാരുമായുള്ള മത്സരം കഠിനമായിരുന്നു. ഓഹരി വിപണിയിലെ തിരിച്ചടികളും സർക്കാർ നിയന്ത്രണങ്ങളും അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കി. പലരും പേടിഎമ്മിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിധിയെഴുതി. എങ്കിലും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ഇന്ന് QR കോഡ് സൗണ്ട് ബോക്സുകളുടെയും ലോൺ സേവനങ്ങളിലൂടെയും കമ്പനിയെ ലാഭത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിക്കുന്നു. വിജയ് ശേഖർ ശർമ്മയുടെ കഥ നമ്മോട് പറയുന്നത് ഒന്നാണ്: നിങ്ങളുടെ സാഹചര്യം എന്തു തന്നെ ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ ലോകം നിങ്ങളുടെ കാൽ കീഴിൽ തന്നെയായിരിക്കും. ഭാഷയോ പണമോ വിജയത്തിന് തടസ്സമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഡിജിറ്റൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ഓർമ്മിക്കപ്പെടും.